നമസ്കാരം. വനിതാ IB ഓഫീസറുടെ ആത്മഹത്യയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ആൺ സുഹൃത്തായ സുഗാന്തിന്റെ പുതിയ ബന്ധം വനിതാ IB ഓഫീസറുടെ മാനസിക നിലയെ വളരെയധികം ബാധിച്ചിരുന്നു എന്നും ഇത് മാനസികമായി തകർത്തുമെന്നാണ് മനസ്സിലാവുന്നത്. IBയിലെ വനിതാ ഓഫീസറുടെ ആത്മഹത്യയിൽ പോലീസ് പ്രതി ചേർത്ത IB ഓഫീസർ സുഗാന്ത് സുരേഷിനെതിരെ 2 വകുപ്പുകൾ കൂടി ചുമത്തുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. നേരത്തെ ബലാത്സംഗം, വഞ്ചന, ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ചുമത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് കൂടുതൽ വകുപ്പുകൾ സുഗാന്തിന് നേരെ ചുമത്തുന്നത്. സുഗാന്തിന്റെ പുതിയ പെൺസുഹൃത്തും IB ഉദ്യോഗസ്ഥയെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. സുഗാന്തിന്റെ പുതിയ ബന്ധത്തെക്കുറിച്ച് IB ഉദ്യോഗസ്ഥയായ യുവതി അറിഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സുഗാന്തിന്റെ സഹപ്രവർത്തകരുടെ നിർണായക മൊഴികളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഇതിനിടെ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യം എതിർത്ത് പോലീസ് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് പരാമർശിക്കും. സുഗാന്തിന്റെ പുതിയ ബന്ധമാണ് IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നെന്നാണ് പോലീസ് കരുതുന്നത്. സുഗാന്ത് ഒളിവിലിരിക്കുന്നത് കുടുംബത്തോടൊപ്പം അല്ലെന്നാണ് പോലീസിന് ലഭിച്ച വിവരങ്ങൾ. സുഗാന്തിനെ തേടി കേരളത്തിന് പുറത്തേക്കും പോലീസ് സംഘം എത്തുന്ന രീതിയിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും സുഗാന്തിനെ ഉടനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരള പോലീസ്. അതേസമയം തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് സുഹൃത്തായ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിന്റെ കൊടിയ വഞ്ചനയാണ്. യുവതിയുമായി ലിവിംഗ് ടുഗദർ ബന്ധം പുലർത്തി ഗർഭിണിയാക്കിയ ശേഷം അബോർഷൻ നടത്തി കൈ കഴുകാനാണ് സുകേഷ് ശ്രമിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്നത് കൃത്യമായി തെളിയുകയാണ് ഇവിടെ. ഇത് ശരിവെക്കുന്ന വിധത്തിൽ തെളിവുകളും പുറത്തു വരുന്നുണ്ട്. മാതാപിതാക്കൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ സന്ദേശം സുഗാന്തിന് ശരിക്കും കുരുക്കാവുകയാണ്. സുഗാന്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കാൻ തെളിവ് അന്വേഷിക്കുന്ന പോലീസിന്റെ മുന്നിൽ നിർണായകമായി മാറുകയാണ് സുഗാന്തിന്റെ വാട്സ്ആപ്പ് സന്ദേശവും. IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കുന്നതിന് ഏതാനും ദിവസം മുൻപ് സുഗാന്ത് യുവതിയുടെ അമ്മയ്ക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചിരുന്നു. വിവാഹമൊന്നും നടക്കില്ല, എനിക്കതിന് താല്പര്യക്കുറവും ബുദ്ധിമുട്ടുമുണ്ട്, അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതായിരുന്നു സുഗാന്തിന്റെ സന്ദേശം. ഈ മെസ്സേജിന്റെ കാര്യം അമ്മ പിന്നീട് യുവതിയെ അറിയിച്ചു. ഇതോടെയാണ് യുവതി കടുത്ത നിരാശയിലായത്. ജീവനൊടുക്കിയതിന്റെ തലേ ദിവസം ഡ്യൂട്ടിക്കിടെ യുവതി പൊട്ടിക്കരഞ്ഞതായി സഹപ്രവർത്തകർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഒരുമിച്ച് ജീവിക്കുമെന്ന് കരുതി ആളുടെ വഞ്ചനയിൽ കടുത്ത മനോവിഷമത്തിലായിരുന്നു അവർ. അതിനുശേഷം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയാണ് യുവതി നേരെ റെയിൽവേ ട്രാക്കിലേക്ക് പോയതും ജീവനൊടുക്കിയതും. ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് 4 തവണ സുഗാന്തുമായി യുവതി സംസാരിച്ചിട്ടുണ്ട്. ഓരോ ഫോൺ വിളിയും സെക്കൻഡുകൾ മാത്രമാണ് നീണ്ടത്. വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറരുതെന്ന് അപേക്ഷിക്കാനാകും അവസാന നിമിഷവും യുവതി വിളിച്ചതെന്നും അത് കേൾക്കാൻ പോലും സുഗാന്ത് തയ്യാറാകാത്തതും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. IB ഉദ്യോഗസ്ഥയെ സുഹൃത്ത് സുഗാന്ത് ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചികിത്സാരേഖകൾ യുവതിയുടെ വീട്ടുകാർ കണ്ടെടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു. വിശദ അന്വേഷണത്തിലേക്ക് കടന്നതോടെയാണ് ഗർഭചിത്രത്തിന് പിന്നിൽ മറ്റൊരു യുവതിയുടെ ഇടപെടൽ കൂടി രംഗത്ത് വരുന്നത്. ആരാണ് ഇവർ എന്നാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. 2024 ജൂലൈയിലാണ് യുവതി തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രത്തിന് ചികിത്സ തേടുന്നത്. ആദ്യം ആശുപത്രിയിൽ എത്തിയപ്പോൾ സുഗാന്തും യുവതിയും ഒരുമിച്ചാണ് വന്നത്. ദമ്പതികളെന്നാണ് ആശുപത്രിയിൽ അടക്കം പരിചയപ്പെടുത്തിയത്. വിശ്വസിപ്പിക്കാൻ വിവാഹരേഖകളും വിവാഹ ക്ഷണക്കത്തുമെല്ലാം വ്യാജമായി തയ്യാറാക്കി ഹാജരാക്കി. എന്നാൽ പിന്നീട് 2 തവണ ആശുപത്രിയിൽ എത്തിയപ്പോഴും സുഗാന്ത് യുവതിക്കൊപ്പം വന്നിരുന്നില്ല. പകരം സുഗാന്തിന്റെ സുഹൃത്തായ മറ്റൊരു യുവതിയെയാണ് IB ഉദ്യോഗസ്ഥയ്ക്കൊപ്പം ആശുപത്രിയിലേക്ക് അയച്ചത്. ഈ യുവതിക്ക് ആശുപത്രിയിൽ നല്ല പരിചയമുണ്ടായിരുന്നു. ഈ പരിചയം സ്വാധീനവുമാണ് ഗർഭചിത്രത്തിന് സഹായിച്ചതെന്നും കരുതുന്നു. പക്ഷേ ആരാണ് യുവതിയെന്ന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. IB ഉദ്യോഗസ്ഥരുടെ സുഹൃത്തല്ലെന്നാണ് വീട്ടുകാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സുഗാന്തിനെ കൊടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള പൂട്ടുകളും കേരള പോലീസ് ഇടുകയാണ്.